രാജസ്ഥാനിലുള്ള വിഷ്ണുയി ഗ്രാമത്തിന്റെ കഥയാണ്. ആ ഗ്രാമം സമ്പൽ സമൃദ്ധമായും പണം നിറഞ്ഞതുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അതിനുശേഷം ഈ ഗ്രാമം പാവപ്പെട്ടതായി മാറി. പിന്നെ ഇന്ന് ഈ ഗ്രാമത്തിന്റെ അവസ്ഥ അങ്ങനെയായി. ഓരോ വീട്ടിലും ആഹാരത്തിനു പോലും പ്രശ്നമായി തുടങ്ങി. ഗ്രാമത്തിലെ ഓരോ വീട്ടിലും പാചകമുറിയിൽ വെറും പാത്രം മാത്രമായിരുന്നു. നമ്മുടെ മുൻഗാമികളൊക്കെ എന്തു ചെയ്തെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ തലയെടുത്ത് ഇങ്ങനെയായി. അതെ അതെ, ദിവസം തോറും നമ്മൾ ദാരിദ്ര്യത്തിലെത്തുന്നു. നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ വയറ് നിറയെ കഴിക്കാനാവുന്നില്ല. ചില സമയത്ത് ഈ ഭൂമി തന്നെ മാറിപ്പോകുന്നു. നമ്മുടെ മക്കളും ഇതുപോലെ ഒരു ജീവിതമാണ് ജീവിക്കാൻ പോകുന്നത്. ഒരു കൈപ്പിടി മാവ് തരുമോളെ, ഈ സാധുവിന്റെ വയറ് നിറയും. ഞങ്ങളുടെ വീട്ടിലെ കഴിക്കാൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ഞാൻ എങ്ങനെ തരാനാണ്? ബാവാ, ഈ ഗ്രാമം മുഴുവൻ ദാരിദ്ര്യത്തിലാണ്. ദാരിദ്ര്യമല്ല, നിങ്ങളുടെ വിശ്വാസമാണ് കുറഞ്ഞു പോയിട്ടുണ്ട്. ഞാനും കാണുന്നു, നിങ്ങളുടെ ഗ്രാമത്തിലെ സ്വർണ്ണ പാനകൾ സ്വർണം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. എവിടെ? ഗ്രാമത്തിന്റെ വരണ്ടുപോയ കിണറ്റിൽ. പിന്നെ അത്ര സ്വപ്നങ്ങൾ കിട്ടിയാൽ നിങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാവരും പൈസക്കാരാവും. പക്ഷെ അത് ഞങ്ങളുടെ കണ്ണിൽ കാണുന്നില്ലല്ലോ. നിങ്ങൾ അതിനെ നിങ്ങളുടെ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചിട്ടില്ല. അത് തന്ത്രവിദ്യകൾ കൊണ്ട് മറച്ചു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ നിധി കിട്ടണമെങ്കിൽ അമാവാസ രാത്രി അന്ന് നരബലി ഇടേണ്ടി വരും. ഞങ്ങൾ നരബലി കൊടുക്കാൻ റെഡിയായിരിക്കാണ്. എന്ന് വെച്ചാൽ തന്ത്രയാഗത്തിന് തയ്യാറായിക്കോളൂ. വരണ്ട കിണറിനടുത്ത് ഗ്രാമത്തിലെ ജനങ്ങൾ മന്ത്രയാഗം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയായിരുന്നു. ബാവ മദീര, ചിക്കനും മീനും രക്തവും ചാമ്പലും മണ്ടയോടും എല്ലാം വെച്ചുകൊണ്ടിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങളെ, നരബലിന് ഒരാളാണ് വേണ്ടത്. അപ്പോഴേ പ്രേതത്തിന്റെ കറ്റുമുറിയും. ബാബാ, നിങ്ങൾ വിഷമിക്കണ്ട. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ആൾക്കാരിന് വേണ്ടി ഞങ്ങളെ ബലി കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ ആ പ്രേതത്തിന്റെ കട്ട് അവിൽക്കാനായിട്ട് വിധിമുറകൾ ചെയ്യും. ബാബ പിശാചിന്റെ കെട്ടഴിക്കാനായി മന്ത്രയാഗങ്ങൾ ചെയ്യാൻ തുടങ്ങി. രക്തധാര നിരോധകായേ, ധാര സംഘ സിംഗരാഖായേ. ബാബ ആ മന്ത്രയാഗം രാത്രി മുഴുവനും ചെയ്തു. ആ മന്ത്രയാഗം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ആ വരണ്ട കിണറിനടുത്തുണ്ടായിരുന്ന ഭൂമിയെല്ലാം പതറാൻ തുടങ്ങി. അത് കണ്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ചു പോയി. ബാബാ, ഇവിടെ എന്താണ് നടക്കുന്നത്? ഇത് കാരണം എന്താ കാണുന്നു വെച്ചാൽ, അതായത് നിധിനെ രക്ഷിക്കുന്ന ആ ധനപിശാചിന്റെ ഗൗനം ചെതറിയിട്ടുണ്ട്. ബാബ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ധനപിശാച് കിണറിൽ നിന്നും പുറത്തേക്ക് വന്നത്. അത് കാറ്റത്ത് പറന്നുകൊണ്ടിരുന്നു. നീളമുള്ള കറുത്ത മുടി കാറ്റത്ത് പാമ്പിനെ പോലെ ആടിക്കൊണ്ടിരുന്നു. കണ്ണുകൾ രക്തം കൊണ്ട് ചുമന്നിരുന്നു. ചുണ്ടുകൾ കീറിക്കൊണ്ട് കൂർത്ത പല്ലുകൾ. അതിന്റെ മുഖം ചാമ്പൽ പോലെ ഉണങ്ങിയിരുന്നു. തോലൊക്കെ കീറിപ്പോയിരുന്നു. പിന്നെ അത് സ്വർണം കൊണ്ട് നിറഞ്ഞിരുന്നു. ഇത് കണ്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഓടാൻ തുടങ്ങി. പേടിക്കണ്ട, ആ ധനപിശാചിന് നരബലി കൊടുത്താൽ മതിയാണ്. അപ്പോഴേ അത് സന്തോഷപ്പെടും. ഗ്രാമത്തിലെ എല്ലാവരും പൈസക്കാരായി പോവും. പക്ഷേ ബാബ, ആരാണ് തന്റെ ജീവൻ കൊടുക്കും? ആരും അത് തരില്ലായിരുന്നു. ധനപിശാചിനെ കണ്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ പേടിച്ചോടാൻ തുടങ്ങി. മന്ത്രം ചെയ്യുന്ന സ്ഥലത്ത് ബാബ മാത്രം ഇരിക്കുകയായിരുന്നു. എനിക്ക് നരബലി താ, എനിക്ക് നരബലി വേണം. ഇല്ല ഇല്ല. നിന്റെ കൈവശം നരബലി തരാനുള്ള ശക്തി ഇല്ലാത്തപ്പോൾ എന്നെ എന്തിനാണ് വിളിച്ചു വരുത്തിയത്? ധനപിശാച് ബാബയുടെ നെഞ്ചത്ത് കയറിയിരുന്നു. നഖം കൊണ്ട് കീറി അദ്ദേഹത്തിന്റെ ഹൃദയം പുറത്തേക്കെടുത്തു. എന്നിട്ട് അത് കഴിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം നിലവിളിച്ചുകൊണ്ട് ബാബയുടെ ശരീരം ഉണങ്ങി കറുത്തതായി മാറി. അടുത്ത ദിവസം ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ആ കിണറിനടുത്തേക്ക് ചെന്നു. അപ്പോൾ അവർ നോക്കി, ആ കിണർ വീണ്ടും ആഴമായി. കിണറിന്റെ ചുമരുകൾ കുഴി മൂടപ്പെട്ടിരിക്കുന്നു. കല്ലുകളൊക്കെ രക്തം പതിഞ്ഞിരിക്കുകയാണ്. കിണറിൽ സ്വർണ്ണ നാണയങ്ങൾ പൊന്തിക്കിടന്നു. ദേ, അത് കണ്ടോ? ആ വെള്ളത്തിൽ സ്വർണ്ണ നാണയങ്ങൾ കിടക്കുന്നു. ഏണി എടുത്തോണ്ട് വരൂ, നമുക്ക് ചെന്നെടുക്കാം. പോകല്ലേ, ധനപിശാച് നിന്നെയും കൊന്നേക്കും. നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ ബാബ പിശാചിന്റെ കെട്ട് പൊട്ടിച്ചത്? ആ പെണ്ണ് സ്വർണം എടുക്കാനായി മര ഏണിയുടെ സഹായം കൊണ്ട് കിണറിനകത്തേക്ക് ഇറങ്ങി. ആ പെണ്ണ് ആ കിണറിനകത്തേക്ക് ഇറങ്ങിയതും തന്നെ
കിണറിനകത്തുണ്ടായിരുന്ന വെള്ളം വളരെ വേഗത്തിൽ ചുറ്റി. പിന്നെ കിണറിൽ നിന്നും ഭയങ്കരമായ ചിരിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് ധനപിശാച് വന്നത്. രക്ഷിക്കണേ! ധനപിശാച് ആ സ്ത്രീയുടെ ഹൃദയം പറിച്ചെടുത്തു, എന്നിട്ടത് കഴിച്ചു. ഇത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ചോടാൻ തുടങ്ങി. സമയം രാത്രിയായി. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും ധനപിശാചിനെ കണ്ട് വല്ലാതെ പേടിച്ചിരുന്നു. അവരവരുടെ വീട്ടിൽ തന്നെ ഇരുന്നു. ഗ്രാമത്തിന്റെ ഈ രാത്രി വളരെ വിചിത്രമായിരുന്നു. ഗ്രാമത്തിലെ മരങ്ങൾ വ്യത്യസ്തമായി അനങ്ങിക്കൊണ്ടിരുന്നു. ആ കിണറിനകത്തു നിന്നും അതേ ഭയങ്കരമായ ചിരിശബ്ദം കേട്ടു. അത് ഗ്രാമം മുഴുവനും കേട്ടു. മിണ്ടാതെ കിടന്നുറങ്ങ്, വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകല്ലേ. ഗ്രാമത്തിൽ ധനപിശാച് തിരികെ വന്നിരിക്കുകയാണ്. ഗ്രാമത്തിലെ ജനങ്ങൾ ആരും തന്നെ പേടിച്ച് അവരുടെ വീട്ടിൽ നിന്നും പുറത്തു വന്നില്ല. പക്ഷേ ഗ്രാമത്തിൽ പ്രേതത്തിന്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടേയിരുന്നു. ഒരു വയസ്സായ മുത്തശ്ശി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവരുടെ കട്ടിൽ അനങ്ങാൻ തുടങ്ങി. വയസ്സായ മുത്തശ്ശി ഉറക്കത്തിൽ നിന്നും എണീറ്റു. എന്നിട്ട് നോക്കി, കതക് തന്നെ തുറന്നു. എന്നിട്ട് മുൻപിലായി റോട്ടിൽ ഒരുപാട് സ്വർണങ്ങൾ കിടന്നു. ഇത്രയും സ്വർണങ്ങളോ? എന്ന് വെച്ചാൽ ആരോ ഈ ഗ്രാമത്തിലൂടെ പോവുകയാണെന്ന് തോന്നുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം വീണതായിരിക്കാം. ആ മുത്തശ്ശി ആ സ്വർണം എടുക്കാനായി റോഡിലേക്ക് ചെന്നു. അപ്പോഴാണ് ഇരുട്ടത്ത് ധനപിശാചിന്റെ ചുവന്ന കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങിയത്. പിന്നെ അത് ആ വയസ്സായ മുത്തശ്ശിയെ കൊന്നുകളഞ്ഞു. എന്നിട്ട് അവരുടെ രക്തം അത് കുടിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അവിടെ ഒന്നിച്ചുകൂടി. അവിടെ ആ വയസ്സായ മുത്തശ്ശി മരിച്ചു കിടക്കുകയായിരുന്നു. ഇവരിനെ ധനപിശാച് കൊന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് നമ്മൾ എല്ലാവരെയും കൊന്നുകളയും. വരൂ, നമ്മൾ ചെന്ന് അഘോരി ബാബുവിനെ കാണാം. അദ്ദേഹമാണ് എന്തെങ്കിലും വഴി പറയണം. തലവനും ഗ്രാമത്തിലുള്ളവരെല്ലാവരും അഘോരി ബാവയെ കാണാനായി ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആ ധനപിശാചിനെ കിണറ്റിൽ നിന്നും വർദ്ധിപ്പിച്ചു. അവൾ ദിവസവും ഗ്രാമത്തിൽ ആരെങ്കിലും കൊന്നുകളയുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറയൂ. അതിന്റെ വഴിയെ അവൾ തന്നെ പറയൂ. എന്നോടൊപ്പം വരൂ. അഘോരി ഗ്രാമത്തിലെ തലവൻ പിന്നെ എല്ലാരും കിണറിനടുത്തേക്ക് ചെന്നു. അവിടെയാണ് ധനപിശാച് ഉള്ളത്. അഘോരി ബാബ കിണറിനടുത്ത് നിന്നുകൊണ്ട് ഒരു മന്ത്രം പറഞ്ഞു. എന്നിട്ട് ഭസ്മം കിണറിനകത്തേക്ക് ഇട്ടു. ആ ഭസ്മം കിണറിനകത്തേക്ക് ഇട്ടതും തന്നെ അതിൽ നിന്നും ഒരു തീ ജ്വാല പുറത്തേക്ക് വന്നു. അവിടെ ധനപിശാച് പ്രത്യക്ഷപ്പെട്ടു. പറയൂ, എന്തിനാ ഈ ഗ്രാമത്തിലെ ജനങ്ങളെ ഇത്ര കഷ്ടപ്പെടുത്തുന്നു? നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് നരബലി വേണം. ഞങ്ങളെ കൊണ്ട് അത് തരാൻ പറ്റില്ല. പക്ഷെ എന്തിനാ നീ അത് കേൾക്കുന്നു? അഘോരി പറഞ്ഞ വാക്കുകൾ കേട്ട് ആ ധനപിശാചിന് ദേഷ്യം വന്നു. എന്നിട്ട് അവൾ ഗ്രാമത്തിലെ ജനങ്ങളെ കൊല്ലാനായി ഓടി. അപ്പോഴാണ് അഘോരി ജലപിശാചിന്റെ ശരീരത്തിൽ ഭസ്മം എടുത്തിട്ടത്. അതുകൊണ്ട് ആ ധനപിശാച് താഴേക്ക് വീണു. ഇപ്പോൾ പറയൂ, ഈ ഗ്രാമത്തിൽ നിന്ന് പോകാനായിട്ട് നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് കാലസക്കയുടെ ബലി വേണം. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് കാലസക്ക ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയെന്ന്. ഇല്ല, അവൻ ഇനിയും മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഇന്നും ശ്മശാനത്തിൽ ഇരുന്നു കൊണ്ട് മന്ത്രയാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്മശാനത്തിൽ ചില പ്രേതങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കാലസക്ക ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ തലയൊട്ടി മാലയുണ്ട്, നെറ്റിയിൽ രക്തതിലകമുണ്ട്. ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കണ്ണുകൾ മൂടിയിരിക്കുന്നു. എല്ലാ വശത്തും തലയൊട്ടികളുണ്ട്. പിന്നെ കപാലത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അവന്റെ ബലി വേണം. അതിനുശേഷം ഞാൻ ഈ ഗ്രാമത്തിൽ നിന്നും എന്നേക്കുമായി പോകുന്നതാണ്. ധനപിശാച് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ തന്നെ മാഞ്ഞുപോയി. ഗ്രാമത്തിലെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അതായത് കാലസക്ക ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. പിന്നെ അവനെ കൊണ്ട് ശ്മശാനത്തിൽ തന്ത്രമന്ത്രങ്ങൾ എങ്ങനെ ചെയ്യാനാകും? ധനപിശാച് കാലസക്കയുടെ ബലി എന്തിനാണ് ചോദിക്കുന്നത്? ധനപിശാചിന് കാലസക്കയുമായി എന്ത് ബന്ധമാണുള്ളത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അറിയാൻ ഞങ്ങളോടൊപ്പം തുടർന്ന് കാണൂ. ഈ ജഡാധര ഭാഗം 2. രാജസ്ഥാനിലെ വിഷ്ണുവി ഗ്രാമത്തിലുള്ളവർ വരൾച്ച കാരണം വിഷമിക്കുകയായിരുന്നു. ഒരു ബാവ വന്നു. അദ്ദേഹം ഗ്രാമത്തിലെ ജനങ്ങളോട് പറഞ്ഞു, അതായത് വരണ്ട ആ കിണറിൽ നിധിയുണ്ടെന്ന്. അത് രക്ഷിക്കുന്നത് ധനയക്ഷിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ സ്വത്തൊക്കെ നേടാൻ വേണ്ടി ധനയക്ഷിക്ക് നരബലി കൊടുക്കണമെന്ന് പറഞ്ഞു.
ആ പൂജയും നടന്നു. ആ യക്ഷിയും പുറത്തേക്ക് വന്നു. പക്ഷെ ഗ്രാമത്തിലെ ജനങ്ങൾ ആ യക്ഷിക്ക് നരബലി നൽകിയില്ല. അവൾ ദേഷ്യത്തിൽ ആ ബാവയുടെ ജീവൻ തന്നെ എടുത്തു. ധനയക്ഷിയെ ഉണർത്തിയതിനു ശേഷം ആ ഗ്രാമത്തിൽ ഭയങ്കരമായ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അഘോരിയോട് ധനയക്ഷി എന്തു പറഞ്ഞെന്നാൽ അത് എപ്പോൾ ആ ഗ്രാമത്തിൽ നിന്ന് പോകുമെന്നാൽ ഗ്രാമത്തിലെ ജനങ്ങൾ കാലസഖിയെ ബലി കൊടുക്കുമ്പോൾ. തുടർന്ന് കാണൂ. തലവനും ആ ഗ്രാമത്തിലെ ജനങ്ങളും ശ്മശാനത്തിലേക്ക് ചെന്നു. അവർ നോക്കിയപ്പോൾ ശ്മശാനത്തിൽ പ്രേതങ്ങൾ കത്തിക്കൊണ്ടിരുന്നു. പിന്നെ കത്തുന്ന ആ തീയുടെ ജ്വാലയിൽ കാലസഖയുടെ മുഖം കണ്ടു. കാലസഖ ഇരിക്കുകയായിരുന്നു. അവന്റെ കഴുത്തിൽ തലയൊട്ടി മാലയുണ്ടായിരുന്നു. നെറ്റിയിൽ രക്തതിലകമുണ്ടായിരുന്നു. ധ്യാന നിലയിലാണുള്ളത്. കണ്ണുകൾ മൂടിയിരിക്കുന്നു. എല്ലാ വശത്തും തലയൊട്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ അഗ്നികൂടത്തിൽ അഗ്നി കത്തിക്കൊണ്ടിരുന്നു. കാൽസഖ തന്റെ കണ്ണുകൾ തുറന്നില്ല. നിന്റെ കണ്ണ് തിരക്ക്. ഇവൻ എന്തിനാ ഏതോ സംസാരിക്കാത്തത്? തലവൻ സാറേ, ഒരുപക്ഷെ ഇദ്ദേഹം കാലസഖ അല്ലെങ്കിൽ ധനപിശാച് തീർച്ചയായും കള്ളം പറയില്ല. തീർച്ചയായും ഇവൻ തന്നെ ആ കാലസഖ. എനിക്ക് എന്ത് തോന്നുന്നെന്നാൽ ഇദ്ദേഹം ധ്യാനം ചെയ്യുകയാണെന്ന് തോന്നുന്നു. അതാണ് നമ്മുടെ ഗ്രാമത്തിനെയും ബാധിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യൂ, ഇവന്റെ മുൻപിൽ കത്തുന്ന ആ തീയിൽ വെള്ളമിട്ട് അണയ്ക്കൂ. അപ്പോൾ ഇവന്റെ തവവും അവസാനിക്കും. തലവൻ പറഞ്ഞതുകൊണ്ട് ഗ്രാമത്തിലെ ഒരാള് കാലസഖയുടെ മുൻപിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു. ആ തീ അണഞ്ഞതും തന്നെ കാലസഖയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. ചേടാ മണ്ടന്മാരെ, ഏത് കാര്യമാണ് ചെയ്തത്? 10 കൊല്ലങ്ങൾ എന്റെ കഠിന തവത്തിനെ നശിപ്പിച്ചല്ലേ. ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. ആദ്യം നീ ജീവനോട് ഇരുന്നെങ്കിലേ എങ്ങളെ ഏതെങ്കിലും ചെയ്യൂ. ഇവനെ പിടിക്കൂ. ഇവനെ ധനപിശാചിന്റെ അടുത്ത് കൊണ്ടുപോകൂ. തലവൻ പറഞ്ഞതും അദ്ദേഹത്തിന്റെ ആളുകൾ ആ കാലസഖയെ ധനയക്ഷിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവരെല്ലാരും ആ ധനയക്ഷിയെ കാണാനായി ചെന്നു. ആ സമയത്താണ് അവിടേക്ക് അഘോരി വന്നത്. നിങ്ങൾ എല്ലാവരും ഏത് കാര്യമാണ് ചെയ്യുന്നത്? ആദ്യം ആ കാലസഖവിനെ വിട്ടേക്ക്. പക്ഷേ ബാബ, ധനപിശാച് നിങ്ങളുടെ മുൻപിലാണ് പറഞ്ഞത് അതിനെ കാലസഖയെ ബലിയിടണമെന്ന്. അപ്പോഴേ ഗ്രാമത്തിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞു. ഇതെല്ലാം ആ ധനപിശാചിന്റെ മായയാണ്. സത്യം എന്താന്ന് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ കാലസഖവിനെ ബലി കൊടുത്താൽ പിന്നെ ആ ധനപിശാചിനെ നശിപ്പിക്കുന്നത് പറ്റാത്ത കാര്യമായി പോവും. അല്ല ബാബ, നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ പറയുന്നത് നേരാണ്. ഞാൻ എൻ്റെ തന്ത്രശക്തികൾ കൊണ്ട് കണ്ടതാണ്. ആ ധനപിശാചിനെ നശിപ്പിക്കാൻ ഒരാളിനെ കൊണ്ട് പറ്റുമെങ്കിൽ അത് കാലസഖ മാത്രമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ കൊല്ലാൻ നോക്കുന്നു. എന്ത്? പക്ഷേ ഈ കാലസഖ ആരാണ് ബാബ? ധനപിശാചിന്റെ അടുത്തിരിക്കുന്ന സെൽവങ്ങൾ എല്ലാം കാലസഖയുടേതാണ്. അതെങ്ങനെ സാധ്യമാവും? ഞാൻ നിങ്ങൾക്ക് മുഴുവൻ കഥയും പറയുന്നു. ഏകദേശം 50 കൊല്ലങ്ങൾ മുൻപ് കാലസഖയുടെ അച്ഛൻ ഗംഗാറാം ഈ ഗ്രാമത്തിൽ തന്നെ വലിയ പൈസക്കാരാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് സ്വർണം, വെള്ളി, വൈരം ഒരുപാട് ഇരിക്കുന്ന ഖജാന ഉണ്ടായിരുന്നു. സ്വർണ്ണ നാണയങ്ങൾ തറയിൽ അത്രത്തോളം ചിതറിക്കിടന്നു. അതായത് നടക്കാൻ പോലും സ്ഥലമില്ല. വെള്ളി നിറഞ്ഞ പാത്രങ്ങൾ, സ്വർണ്ണ ശില്പങ്ങൾ, വൈരം പതിച്ചിരുന്ന കട്ടികൾ, പഴയ കാലത്തെ ആഭരണങ്ങൾ എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നോക്ക് കാലസഖ, ഇത് കണ്ടില്ലേ? ഇത്ര സെൽവങ്ങളും ഞാൻ ഒരുപാട് അധ്വാനിച്ച് പാടത്ത് കഷ്ടപ്പെട്ട് സത്യസന്ധയായിട്ട് സമ്പാദിച്ചതാണ്. എവറിനെയും മോഷ്ടിച്ചിട്ടില്ല, എവറിനെയും മോശം ചെയ്തിട്ടില്ല. നീയും അതുപോലെ തന്നെ അധ്വാനിക്കണം. രാവിലെ എണീറ്റ് ജോലി ചെയ്യണം. സമയം കളയില്ലേ? ഗംഗാറാം രാത്രി സമയത്ത് ഗ്രാമത്തെ ജനങ്ങൾ അറിയാതെ തന്റെ ഖജാനാവിനെ തന്റെ മകനെ കാട്ടിക്കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിന്റെ ഖജാന കാര്യങ്ങൾ ഗ്രാമത്തിലെ എല്ലാവർക്കും അറിഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി കണ്ടു. ഗംഗാറാം അദ്ദേഹത്തിന്റെ ഖജാനയെ അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയ ഖജാന ഉണ്ട്. നമ്മൾ അത് മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഗ്രാമത്തിലെ എല്ലാവരും പൈസക്കാരായി പോവും. പക്ഷേ അതിനെ എങ്ങനെ മോഷ്ടിക്കാനാ? അദ്ദേഹത്തിന്റെ വീട്ടിനെ തീയിൽ കത്തിയേക്കാം. അച്ഛനും മകനും ചത്തുപോകും. അതിനുശേഷം ഖജാന നമുക്ക് സ്വന്തമാവും. ഗ്രാമത്തിലെ ജനങ്ങൾ ഖജാന മോഷ്ടിക്കാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങളെല്ലാം ഗംഗാറാമിന് അറിഞ്ഞുപോയി. അതിനുശേഷം താന്ത്രികനെ വർദ്ധിപ്പിച്ച് തന്റെ സെൽവങ്ങൾ എല്ലാവற்றிനും കിണറ്റിലിട്ടു. മാന്ത്രികത ഉപയോഗിച്ച് അതിനെ മൂടിക്കടിഞ്ഞു. രക്തധാര സന്നാദതി, ഖജാന മൂടിയേക്കട്ടെ. നാഗബന്ധൻ, യമദ്വാ, രക്ഷഃ, ധനപിശാചിനി. എന്നെ എന്തിനാണ് വരുത്തിയത്?
ഇവിടെ നോക്കു പിശാചിനി, നീ ഗംഗാറാമിന്റെ സെൽവങ്ങളെ രക്ഷിക്കണം. പക്ഷേ മന്ത്രവാദി, എന്റെ സെൽവങ്ങൾ കാണാതെ പോലല്ലേ? നീയോ അല്ല നിന്റെ വാരിസുകളോ ധനപിശാചിന്റെ അടുത്ത് ഈ സെൽവങ്ങൾ അടയണമെന്ന് വിചാരിച്ചാൽ അത് തിരിച്ചു തന്നേക്കും. പക്ഷേ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെ പറ്റി അറിയില്ല. അതായത് ഗംഗാറാം തന്റെ ഖജാനായിനെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് കട്ടിവെച്ചിട്ട് കിണറ്റിൽ മറച്ചു വെച്ചിരിക്കുന്നു എന്ന്. ഗ്രാമത്തിലെ ജനങ്ങൾ രാത്രി സമയത്ത് ഗംഗാറാമിന്റെ വീടിനെ തീ കത്തിച്ചു. രക്ഷിക്കൂ, രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ, രക്ഷിക്കൂ. ബാബാ, ആ വീട്ടിലെ ഗംഗാറാമ് കാലസക്ക കത്തിപ്പോയി. പിന്നെ ഇദ്ദേഹം ആരാണ്? ഗ്രാമത്തിലെ ജനങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചത്, ഞാൻ കത്തി ചത്തുപോയെന്ന്. പക്ഷേ ഞാൻ എങ്ങനെയോ വീട്ടിൽ നിന്ന് പുറത്ത് തപ്പിച്ചു വന്നു. പക്ഷേ ഇതിനു വേണ്ടിയാ നിങ്ങൾ ഇതുവരെ ധനപിശാചിന്റെ അടുത്ത് നിങ്ങളുടെ സെൽവങ്ങൾ തിരിച്ചു വാങ്ങാത്തത്? ഞാൻ ധനപിശാചിന്റെ അടുത്ത് എന്റെ സെൽവങ്ങൾ തിരിച്ചു വാങ്ങിക്കാൻ പോയി. പക്ഷേ ധനപിശാചിനി, എന്റെ സെൽവങ്ങൾ തിരിച്ചു തന്നേക്ക്. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? എനിക്ക് എന്റെ സെൽവങ്ങൾ വേണം. എന്നാൽ എന്റെ അടുത്തേക്ക് വാ, വന്ന് എടുത്തോളൂ. രക്ഷിക്കൂ, രക്ഷിക്കൂ. അപ്പോഴേ സൂര്യൻ ഉദിച്ചു. എന്നിട്ട് ശരീരത്തിൽ സൂര്യകതിരുകൾ പട്ടോടം തന്നെ അത് എന്നെ വിട്ടിട്ടു പോയി. എന്നിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അവിടെ നിന്ന് ഓടി വന്നതിന് ശേഷം ഞാൻ കടന്ന 10 വർഷങ്ങളായിട്ട് ധനപിശാചിനെ തോൽപ്പിക്കാനായിട്ട് ലവ് കപ്പാൽ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ഇനിയും ഒറ്റ കൊല്ലമാണ് ബാക്കിയിരുന്നത്. പക്ഷേ നിങ്ങൾ അത് തടുത്ത് നിർത്തി. ഇപ്പോൾ ഞാൻ വീണ്ടും 11 കൊല്ലങ്ങൾ കഠിന തവം ഇരിക്കണം. നീ വീണ്ടും അടുത്ത 11 കൊല്ലങ്ങൾ കഠിന തവം ഇരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ നിനക്ക് ഒരു വഴി പറഞ്ഞു തരാം. അതുകൊണ്ട് കുറച്ച് സമയത്തിൽ തന്നെ നീ ആ ധനപിശാചിനെ കൊല്ലാനായിട്ട് നിനക്ക് ശക്തികൾ വന്നേക്കും. പക്ഷേ എങ്ങനെയാണ്? നീ ജടാധാരായന്റെ പാദത്തിലേക്ക് പോ. സമയം രാത്രിയാണ്. ഒരു ശാന്തമായ സ്ഥലത്ത് ശിവന്റെ ശില്പമുണ്ട്. മുൻപിൽ കാൽസഖ, പിന്നെ അഘോരി ബാവയും ഇരിക്കുകയാണ്. കാലസഖയ്ക്കും അഘോരി ബാവയ്ക്കും ചുറ്റിലും തൃശൂലം ഇരിക്കുകയാണ്. അഘോരി ഏതു മന്ത്രമാണോ പറഞ്ഞത്, കാലസഖയും അത് ഉരുവിട്ടു. കുറച്ചു സമയത്തിന് ശേഷം അവിടെ ഒരു ഭയങ്കരമായ ചിരി കേട്ടു. അവിടെ ധനയക്ഷി പ്രത്യക്ഷപ്പെട്ടു. നീ പേടിക്കല്ലേ. നിന്നെ ചുറ്റി തിരിശൂലങ്ങൾ ഇരിക്കുന്നത് വരെ അതിനെ കൊണ്ട് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നിന്നെ പേടിപ്പിക്കും. പക്ഷേ നീ മന്ത്രങ്ങൾ പറയുന്നത് നിർത്തണ്ട. ധനയക്ഷി കാലസഖയെ പേടിപ്പിക്കാനായി എല്ലാ ശ്രമങ്ങളും നടത്തി. പേടിപ്പിക്കുന്നത് പോലെ ചിരിച്ചു. പക്ഷേ കാലസഖ അതൊന്നും കൂട്ടാക്കിയില്ല. ധനപിശാച് കാലസഖയുടെ അടുത്ത് ചെല്ലാനായി ശ്രമിച്ചു. പക്ഷെ അവൾ ആ തൃശൂലത്തിന്റെ വളയം മറികടക്കാനായി ശ്രമിച്ചപ്പോൾ തീ കത്താൻ തുടങ്ങി. പിന്നെ അവിടെ നിന്നും മാഞ്ഞുപോയി. അഘോരി പിന്നെ കാലസഖ രണ്ടുപേരും ശിവനെ പൂജിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിനകം അവിടെ ഒരു ശബ്ദം കേട്ടു. കാൽസഖ, കാൽസഖ. ഇത് എന്റെ അമ്മയുടെ ശബ്ദമാണ്. അമ്മേ, അമ്മേ. ഓനെ ഒന്നിവിടേക്ക് വന്നേ. നിന്റെ അമ്മ എപ്പോഴോ ചത്തുപോയി. അത് നിന്റെ അമ്മയില്ല. കാലസഖ തന്റെ അമ്മയെ കണ്ട് അതിശയിച്ചു പോയി. അവന്റെ ബുദ്ധി ജോലി ചെയ്യുന്നത് നിർത്തി. അഘോരി എത്രയോ തടഞ്ഞു നോക്കി. എന്നാലും അദ്ദേഹം ആ തൃശൂലത്തിനെ കടന്ന് ആ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, ഞാൻ വന്നു, ഞാൻ വന്നു അമ്മേ. കാലസഖ വയസ്സായ അമ്മയുടെ അടുത്തേക്ക് ചെന്നതും തന്നെ ആ വയസ്സായ അമ്മ ധനയക്ഷിയുടെ രൂപത്തിൽ മാറി. കാലസഖ, അന്ന് ആ സൂര്യദേവൻ നിന്നെ രക്ഷിച്ചു. പക്ഷേ ഇന്ന് നിന്നെ ആരെ കൊണ്ട് രക്ഷിക്കാനാവില്ല. ധനയക്ഷി കാലസഖയുടെ കഴുത്തിൽ പിടിച്ച് അദ്ദേഹത്തെ പൊക്കിയെടുത്തു. കുറച്ചു സമയത്തിനകം കാലസഖ തന്റെ ജീവൻ വെടിഞ്ഞു. പിന്നെ ആ ധനയക്ഷി അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞു. അദ്ദേഹം ഭഗവാൻ ജഡധാരിയുടെ മുൻപിൽ ചിതറിക്കിടന്ന ഭസ്മത്തിൽ ചെന്ന് വീണു. പിന്നെ അദ്ദേഹം ശ്വസിക്കുമ്പോൾ ഭസ്മത്തിന്റെ ഒരു ഭാഗം അദ്ദേഹത്തിന്റെ ശരീരത്തിനകത്തേക്ക് കടന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ശക്തി കിട്ടി. ഉടനെ അദ്ദേഹം അടുത്തുണ്ടായിരുന്ന തൃശൂലം എടുത്തു. എന്നിട്ട് ആ തൃശൂലം ഉപയോഗിച്ച് ധനയക്ഷിയെ അദ്ദേഹം ആക്രമിച്ചു. ഉടനെ ധനയക്ഷി അവിടെ തന്നെ നശിച്ചുപോയി.
ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഒരുപാട് സന്തോഷിച്ചു. ധനയക്ഷി മരിച്ചതിനു ശേഷം കാലസഹയ്ക്ക് തന്റെ സ്വർണങ്ങളെല്ലാം കിട്ടി.